ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശേഷപ്പെട്ട ബെൽറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാ നിന്നെ ഒരു മനുഷ്യനും തൊടില്ല. പിന്നെ അയൺ മാനിനെ പോലെ നീ വളരെ സ്ട്രോങ് ആകും. അതെങ്ങനെ? അത് നോക്കൂ, നിന്റെ തലയുടെ മുകളിൽ ഒരു ഡ്രോൺ പറക്കണുണ്ട്. നീ റെഡ് ബട്ടൺ അമർത്തുമ്പോ ഒരു ലേസർ ബീം നിന്റെ പുറത്തേക്ക് അടിക്കും. എന്നിട്ട് നീ ഗ്രീൻ ബട്ടൺ അമർത്തുമ്പോ ആ ബീം ഇൻവിസിബിൾ ആയി പോകും. നിന്റെ തലയ്ക്ക് മുകളിൽ ഈ ഡ്രോൺ എത്ര നേരം ചുറ്റുന്നുണ്ടോ ഈ ലേസർ ബീമിന്റെ കവചം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ നിന്നെ ദ്രോഹിക്കാൻ ഒരു സംഗതിക്കും കഴിയില്ല. ഒരു ഇരുമ്പിനെ പോലെ നീ ശക്തനായി മാറും. നമ്പർ 1, ജോണിനെ ഒന്ന് ആഞ്ഞടിച്ചു നോക്കൂ. ബോസ്, ഇതെന്ത് പറ്റി നിങ്ങളുടെ ബോഡിക്ക്? ഒന്നും പറ്റിയില്ല. നീ ഇവന്റെ ബോഡിയിലല്ല, റേസയിലാണ് ഏറ്റുമുട്ടിയത്. ഇനിയിപ്പൊ നീ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഇരുമ്പ്, കല്ല്, വെടിയുണ്ട, പീരങ്കി ഒന്നും സംഭവിക്കില്ല. ഇനി ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഞാൻ ഈ ലോകം തന്നെ കീഴടക്കും. എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞ. കവിതയൊക്കെ അവിടെ നിക്കട്ടെ, എനിക്കിപ്പോ 1 കോടി രൂപ ഇങ്ങിതാ. ഓഹോ, നിങ്ങൾക്ക് കാശ് വേണോ അല്ലേ? എന്നാ ഇതാ പിടിച്ചേ. നീ പിന്നെ എന്നെ വഞ്ചിച്ചു. നിങ്ങൾ അവിടെ ഇരിക്കുന്ന സ്വർണം മുഴുവനും ഇങ്ങ് കൊണ്ടുവയ്ക്കൂ. എന്നിട്ട് അതൊക്കെ എനിക്കതാ. ഞാനിവിടെ നിങ്ങളുടെ ജ്വല്ലറി കൊള്ളയടിക്കാൻ വന്നതാണ്. എന്റെ കട മോഷ്ടിക്കാൻ വന്നായിരിക്കും അല്ലേ? ആയുധമില്ലാണ്ട് തലയ്ക്ക് സുഖമില്ലല്ലോ. നിങ്ങൾക്ക് കണ്ണു തുറന്ന് കണ്ടുകൂടാ എന്റെ ഗാർഡ്സിനെ? അനക്ക് തോന്നണുണ്ടോ നിനക്കിത് കയറി മോഷ്ടിക്കാന്ന്? ഒന്ന് പെരുമാറിക്ക മക്കളെ യുവമാരെ. ഇവന്റെ ശരീരം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കണെന്ന് തോന്നണ. അപ്പൊ നിങ്ങള് ഞാൻ വിഡ്ഢിയാണെന്നാണോ കരുതണേ? എല്ലാരും അഭിനയിച്ച് അരങ്ങൊക്കെ തകർക്കുകയാണല്ലോ. ഇത്ര ചെറിയ മനുഷ്യനെ അടിക്കാൻ ഇത്ര അഭിനയൊന്നും ആവശ്യമില്ലല്ലോ. ഞാനിപ്പോ എങ്ങനെ അടിക്കണം? എന്റെ മാഷ, നിങ്ങളൊരു അയൺമാൻ ആണല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോണ്ട് പൊക്കോളി. എന്നിട്ട് എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. നമ്പർ 1, നമ്പർ 2 എല്ലാ സ്വർണവും എടുത്തോ. ചിങ്കം സാർ, നടക്ക്. The name is Chingam. Inspector Chingam. ജോൺ, നീ മോഷ്ടിച്ചത് ഇപ്പൊ തന്നെ തിരിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. നിനക്കറിയാമല്ലോ, ഇംപോസിബിൾ. ഈ ജോണിനെ തടയാൻ പോലീസിന്റെ യൂണിഫോം ഒന്നും പോരാ. എന്നോട് ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ കരഞ്ഞോണ്ടോടേണ്ടി വരും സാറേ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിത പറച്ചിലൊക്കെ പിന്നെ നിനക്കെന്നെ തടയാനാവില്ല, ഒരിക്കലും തടയാനാവില്ല. ഞാൻ നിന്നെ ഇപ്പൊ ഒരു പാഠം പഠിപ്പിച്ച് കാണിക്കാം. നീ മോഷണവും കള്ളക്കടത്തും ഒന്നും ചെയ്യാതിരിക്കാൻ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. അതെ ജോൺ, വെൽക്കം. മോട്ടു, എന്താണ് ഇത്? നമ്മുടെ മോട്ടു അല്ലേ? ബൈ ബൈ. എന്റെ അമ്മോ, എന്തവിടെ നടക്കുന്നത്? ഇതിപ്പോ എന്ത് ശക്തിയാണ് അവനിലുള്ളത്? അവന്റെ ബോഡി മുഴുവനും ഇരുമ്പായിരിക്കുകയാണല്ലോ. അവനെ നമുക്ക് കൈകൊണ്ട് തല്ലി തോൽപ്പിക്കുവാൻ പറ്റില്ല. മറ്റു വല്ലതും ചെയ്തേ പറ്റൂ. വരൂ, നമുക്ക് വലിയേട്ടന്റെ അടുത്തേക്ക് പോയേ മതിയാവൂ. എനിക്ക് മനസ്സിലായി ചങ്കേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം.
ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഈ മിസൈൽ കൊണ്ടുപോയിക്കോളൂ. ഇത് കല്ലിനെയും ലോഹത്തെയും എന്തിനെ വേണമെങ്കിലും നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ് ചങ്കേ. മോട്ടു, ഞാനിപ്പോ ഇന്റർനാഷണൽ ബാങ്ക് കൊള്ളയടിച്ചിട്ട് പോകുന്ന വഴിയാണ്. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു. എന്തൊരു ധൈര്യം! ഇവൻ ഇപ്പോഴൊക്കെ പറഞ്ഞിട്ട് മോഷ്ടിക്കാൻ തുടങ്ങിയോ? ആ ഡോക്ടർ ചട്ക മിസൈലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്തായാലും സംഗതി കൊള്ളാം. മിസൈൽ ഒന്ന് വിട, കാണട്ടെ. ആ വിടുന്നേ. ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചു തരാം. എന്റെ രോഗികളാണ് സത്യം. ഇതുപോലെയൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇതെങ്ങനെ സംഭവിക്കുന്നെന്ന് മനസ്സിലാകുന്നേ ഇല്ല. അവന്റെ ദേഹത്ത് എന്തൊക്കെ പ്രയോഗിച്ചിട്ടും ഒന്നും ഏൽക്കുന്നേ ഇല്ലല്ലോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും ശക്തിശാലിയായ ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ എന്തിനൊന്ന് ചെയ്യണം ഡോക്ടർ ജഡ്ക. ആ ജോൺ ഇത്രയും ശക്തിശാലിയായ സ്ഥിതിക്ക് എങ്ങനെയാണ് നമുക്ക് അവനെ വകവരുത്തണം? അതിനെ ചിന്തിക്കൂ, 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 ചിന്തിക്കൂ. നിങ്ങൾ ചിന്തിക്കണം. അതിലിപ്പോ ചിന്തിക്കാൻ എന്താ ഇരിക്കുന്നത്? അവന്റെ ബോഡിയിൽ എന്തോ ഒരു കവചമുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഒരു ഐഡിയ ഉണ്ട്. എന്റെ കയ്യിൽ ഒരു കെമിക്കൽ ബോംബുണ്ട്. അതെവിടെയാ വെച്ചത്? ഇവിടെയാണോ? ആ, ആ കിട്ടിപ്പോയി. ഇത് അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ദേഹത്ത് എന്തെങ്കിലും കവചമുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയും ചങ്കുകളെ. ഈ നഗരം മുഴുവനും കൊള്ളയടിച്ചു കഴിഞ്ഞു. ആരാ ഇത് ചെയ്തത്? ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ ഡ്രോണിൽ നിന്ന് എന്തോ റേസ് വരുന്നുണ്ട്. അതാണ് ജോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ലാതെ ജോണിന് വേറെ ശക്തിയൊന്നും ഇല്ല. അവന്റെ ശക്തി ആ ഡ്രോണിൽ നിന്നാണ് വരുന്നത് ചങ്കുകളെ. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ നിക്ക് മോട്ടു, ആ കവചം ഇപ്പോ അവന്റെ ബോഡിയിലാണ് ഉള്ളത് ചങ്കേ. പിന്നെ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പത്ലു എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂന്നേ. ഐഡിയ. ജോൺ, കുറെ നേരമായിട്ട് നീ പറയുന്നില്ല നീ എവിടെയാണെന്ന്. നോക്കൂ, ഞാനിപ്പം ബോക്സിംഗ് ഗ്ലൗസുമായിട്ടാണ് വരുന്നത്. എന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയാൽ ഇടിച്ച് പഞ്ചറാക്കുന്നതായിരിക്കും. ആഹാ, കൊള്ളാം. ശരി, ഞാൻ മാർക്കറ്റില് ജംഗ്ഷന്റെ അവിടെ തന്നെ നിൽപ്പുണ്ട്. നീ ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവൂ. ഞാൻ ഇവിടെ എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല പോട്ടു. വരൂ വരൂ, ഇതാണ് നമ്മുടെ ജോൺ ദ അയൺ മാൻ. ഇയാൾ എല്ലായിടത്തും മോഷണം നടത്തുന്നയാളാണ്. അടുത്തുള്ള ജ്വല്ലറികളിലും ബാങ്കുകളിലും ഒക്കെ മോഷണം നടത്തിയിരിക്കുന്നയാളാണ്. അതെ അതെ, എന്റെ ബാങ്ക് കൊള്ളയടിച്ചു. അതെ അതെ, എന്റെ കടയിലും വന്ന് കൊള്ളയടിച്ചു. എന്റെ പക്ഷെ ആരടിക്കും ഇവനെ? ഇയാൾക്കാണെങ്കിൽ വേദന പോലും എടുക്കില്ല. കൊടുക്ക്, ഈ കമ്പി കൊണ്ട് തന്നെ അവനിട്ട് കൊടുക്കണം. അവന്റെ ശരീരത്തിൽ മുറിവേൽക്കുന്നത് വരെ. പരിശ്രമിക്കുന്നവർക്കൊരിക്കലും പരാജയമുണ്ടാവില്ല. വരൂ വരൂ, വന്നോളൂ, വന്ന് പരിശ്രമിക്കും മോട്ടു. ഒന്ന് വന്ന് നോക്ക്. നിന്റെ ഡയലോഗ് ഒക്കെ കഴിഞ്ഞോ? എന്നാ പിന്നെ ഞങ്ങള് തുടങ്ങിക്കോട്ടെ. ഞാൻ റെഡിയാണ്. വരൂ, വന്നടിക്കൂ, അടിക്കൂ, അടിക്കൂ.
അതേ, നിർത്താൻ പാടില്ല. അവനെ തല്ലിക്കൊണ്ടിരിക്കേ. എന്റെ ഡ്രോൺ എവിടെ? എന്റെ ഡ്രോൺ കാണുന്നില്ലല്ലോ. എവിടെ പോയി? എടോ, ഡ്രോണൊക്കെ വലിയേട്ടൻ എപ്പോഴേ കൊണ്ടുപോയി. ഇനി നീ നാട്ടുകാരുടെ ഇടി കൊണ്ടോണ്ടേ ഇരിക്കണം. എന്റെ ഡ്രോൺ! ഇതാ പറയുന്നത്, പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടായില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.